നമസ്കാരം. രാജ്യത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ സംവിധാനമായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ AICC ജനറൽ സെക്രട്ടറിയായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാലിന്റെ വാർ റൂം. രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തരിൽ അതിവിശ്വസ്തൻ ആ കെ.സി. വേണുഗോപാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായ വാർ റൂമിൽ വിശ്വസിച്ചു രാഹുൽ ഗാന്ധിയും കൂട്ടരും. അങ്ങനെ കെ.സി. പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി മൂളി രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 5-8 വർഷക്കാലത്തിനിടയ്ക്ക് കെ.സിയാണ് രാജ്യത്തെ കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് വരെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള AK ആന്റണി അടക്കമുള്ള നേതാക്കന്മാർ ഒരു മൂലക്കിരുന്നതോടെ കെ.സി. കോൺഗ്രസിനുള്ളിൽ സർവപ്രതാപിയായി മാറി. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മയിൽ മറിയുകയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കെ.സി. വേണുഗോപാലിന്റെ വാർ റൂം അമ്പേ പരാജയമാണ് എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും അതിനൊപ്പം നടന്ന ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പിലായാലും ഡൽഹി തെരഞ്ഞെടുപ്പിലായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലായാലും ഹരിയാനയുടെ തെരഞ്ഞെടുപ്പിലായാലും ഏറ്റവും ഒടുവിലായി ബീഹാറിലെ തെരഞ്ഞെടുപ്പിലായാലും കെ.സി. വേണുഗോപാലിന്റെ വാർ റൂം ഓപ്പറേഷൻ അത് കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുന്നു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, കണക്കുകളാണ്. എവിടെയൊക്കെയാണോ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ കെ.സി. വേണുഗോപാൽ വാർ റൂം നടത്തിയത്, കെ.സി. വേണുഗോപാൽ നയിച്ചത്, അതീവ വമ്പിച്ച വിജയം നേടുമെന്ന് കെ.സിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കണക്ക് കൂട്ടിയത്, കെ.സിയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് രാഹുൽ ഗാന്ധി തന്ത്രങ്ങൾ മെനഞ്ഞത്, ആ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് തകർന്നടിഞ്ഞ് തരിപ്പണമായി മാറി. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. ഇതോടുകൂടി കെ.സി. വേണുഗോപാലിന് ഹൈക്കമാൻഡിലുള്ള ഗ്രിപ്പ് കുറയുന്ന കാഴ്ച. എന്തിനാണ് കെ.സിയെ പോലെയുള്ള ഒരു നേതാവ് ഹൈക്കമാൻഡിൽ ഇത്രത്തോളം ഉന്നത പദവിയിൽ ഇരിക്കുന്നതെന്ന് ഉത്തരേന്ത്യക്കാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും കെ.സി. വേണുഗോപാലിനെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ മാത്രം, കേരളത്തിൽ അധികാരം പിടിക്കാൻ മാത്രം ഹൈക്കമാൻഡിൽ ഇത്രത്തോളം വലിയ പദവിയിൽ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരാളിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉത്തരേന്ത്യയിലെ കോൺഗ്രസുകാർ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. ഹൈക്കമാൻഡിൽ കെ.സി. വേണുഗോപാലിന്റെ പിടി അയയുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ നിലവിൽ 2 വള്ളത്തിൽ കാലി ചവിട്ടിയാണ് കെ.സി. വേണുഗോപാൽ പണിയെടുക്കുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി. കേരളത്തിൽ ഉണ്ടോ എന്ന് കേട്ടാൽ കേരളത്തിലുണ്ട്, ഹൈക്കമാൻഡിലുണ്ടോ എന്ന് കേട്ടാൽ ഹൈക്കമാൻഡിലുണ്ട്. ഹൈക്കമാൻഡിലും കേരളത്തിലും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന കെ.സിയുടെ മാതൃകാപരമായ പ്രവർത്തനമെന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് വലിയ തിരിച്ചടിയാകുന്നു. അങ്ങനെ 2 വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്ന ഒരാൾ എന്തിന് കോൺഗ്രസിൽ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കെ.സി. വേണുഗോപാലിന് കേരളത്തിലാണ് താല്പര്യമെങ്കിൽ കേരളത്തിലോട്ട് പോകട്ടെ എന്ന് ഹൈക്കമാൻഡിലെ ഉന്നതന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരികയാണ്. കേന്ദ്രത്തിൽ വലിയ പണിയൊന്നും ഉടനില്ല എന്നുള്ളത് കെ.സിക്ക് അറിയാം. ഇനി ഉടനൊന്നും തന്നെ കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ കേരളത്തിലെ ഈ മുഖ്യമന്ത്രി കസേര കെ.സി. വേണുഗോപാലിനെ മോഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കെ.സി. പതിയെ തട്ടകം കേരളത്തിലേക്ക് ചൂട് മാറ്റിയത്. അതോടുകൂടി വെട്ടിലായത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. എന്നാൽ കേന്ദ്രത്തിൽ പദവിയില്ലാത്ത, കേന്ദ്രത്തിൽ പവർ ഇല്ലാത്ത, രാഹുൽ ഗാന്ധിയുടെ ഒപ്പം കൂട്ടുകൂടി നടക്കാത്ത കെ.സി. വേണുഗോപാലിനെ കേരളം സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഹൈക്കമാൻഡിലെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനമില്ലാത്ത കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നാൽ ആരുമാകില്ല എന്നുള്ളത് കേരളത്തിലെ നേതാക്കന്മാർ ഉറപ്പിച്ചിരിക്കുന്നു. ഈ ഒരു തിരിച്ചടി, ഈ വാർ റൂമിലെ തിരിച്ചടി കെ.സിക്കെതിരെയുള്ള പടയൊരുക്കത്തിന് അവസരമായി ഉപയോഗിക്കാനാണ് വി.ഡി. സതീശൻ പക്ഷവും സൈലന്റായി രമേശ് ചെന്നിത്തല പക്ഷവും ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും കെ.സിയെ ഹൈക്കമാൻഡിൽ നിന്ന് തൂക്കി കേരളത്തിലേക്ക് എറിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ വന്ന് വീഴുന്ന കെ.സിയുടെ തലയ്ക്ക് മുകളിലേക്ക് ആഞ്ഞടിക്കാനാകും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇനി ശ്രമിക്കുക.